നമസ്കാരം. കുടുംബ നയം വ്യക്തമാക്കി ഒബാമ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ അധികാര കസേരയിൽ നിന്ന് വിടവാങ്ങുകയാണ്. ഇനി വൈറ്റ് ഹൗസിൽ ട്രംപിൻ്റെ കാലം. കഴിഞ്ഞ ദിവസം നടന്ന വികാര നിർഭരമായ വിടവാങ്ങൽ പ്രസംഗത്തിൽ തൻ്റെ ഭാര്യയും കുട്ടികളുടെ അമ്മയും സർവോപരി ഉറ്റ സുഹൃത്തുമായ മിഷേലിന് ഒബാമ പ്രത്യേകം നന്ദി പറഞ്ഞു. ഏതൊരു പുരുഷൻ്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകുമല്ലോ. ഒരു യാത്രാ മൊഴിയോടെ വിടവാങ്ങും പ്രിയ സന്ധ്യേ, ഒരു പാവം കനൽ മേഘം മിഴിവാർക്കും മഴയിലെ സൂര്യനായി അറിയുന്നുവോ മഞ്ഞിൻ നേർത്ത മൗനമേ. ഒരു യാത്രാ മൊഴിയോടെ വിടവാങ്ങും പ്രിയ സന്ധ്യേ. Michelle LaVaughn Robinson, girl of the South Side. For the past 25 years, you have not only been my wife and mother of my children, you have been my best friend. മന്ത്രിയാകുന്നതിന് മുമ്പുള്ള എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അധികാരമൊന്നുമില്ലായിരുന്നെങ്കിലും ഞാൻ മിടുക്കനായിരുന്നു. വരുമാനമൊന്നുമില്ലായിരുന്ന എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഞാൻ പോലും അറിയാതെ എൻ്റെ ഭാര്യ തിരികെ തന്ന നോട്ടുകളായിരുന്നു അന്നത്തെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അടിത്തറ. ആ ചുറുചുറുക്കിനും പ്രസരിപ്പിനും കാരണക്കാരി നിങ്ങൾ എനിക്ക് സ്വാഗതം പറയാൻ വേണ്ടി മനഃപൂർവ്വം തെരഞ്ഞെടുത്ത മിസ്സിസ് വത്സല സുകുമാരൻ എന്ന നിങ്ങളുടെ ടീച്ചർ. എന്റെ വാവ. You took on a role you didn't ask for, and you made it your own, with grace and with grit and with style and good humor. ഒരു യാത്രാ മൊഴിയോടെ വിടവാങ്ങും പ്രിയ സന്ധ്യേ, ഒരു പാവം കനൽ മേഘം മിഴിവാർക്കും മഴയിലെ സൂര്യനായി അറിയുന്നുവോ മഞ്ഞിൻ നേർത്ത മൗനമേ. ഒരു യാത്രാ മൊഴിയോടെ വിടവാങ്ങും പ്രിയ സന്ധ്യേ. ഉമ്മൻചാണ്ടിക്ക് ഹൈക്കമാൻഡിൽ നിന്ന് വിളി വന്നു. അനുനയത്തിനാണ് മുകുൾ വാസ്നിക്കിൻ്റെ വിളി. കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങളിൽ ഇടഞ്ഞു നിൽക്കുന്ന ഉമ്മൻചാണ്ടി പാർട്ടിയുമായി പ്രശ്നമൊന്നുമില്ലെന്ന് പറയുമെങ്കിലും ഉള്ളിൽ മുറിവുകളേറെയുണ്ട്. അതാണ് ഏതു നേരവും സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു നടക്കുകയും അനുയായികളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുന്നത്. എന്നെ AICC സെക്രട്ടറി ശ്രീ മുകുൾ വാസനിക്ക് വിളിച്ചിരുന്നു. നീ ദയവായി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. നീ ഇമോഷണൽ ആവരുത്. ഇത്രയൊക്കെ സംഭവിച്ച എനിക്ക് ഇമോഷണൽ ആകാൻ അവകാശമില്ലല്ലോടാ. ഞാൻ നിന്നോട് അല്പം സീരിയസ് ആയിട്ട് സംസാരിക്കാനാണ് വന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാനതിന് തയ്യാറല്ല. ഉമ്മൻചാണ്ടി സാറിനെ അനുനയിപ്പിക്കാൻ ഉമ്മൻചാണ്ടി സാർ എന്താ പിണങ്ങി നടക്കുകയാണ്. ഹൈക്കമാൻഡുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല, ഞങ്ങൾക്കൊരു പരാതിയുമില്ല. ഹൈക്കമാൻഡ് വിളിച്ചാൽ നിശ്ചയമായിട്ടും ചർച്ചയ്ക്ക് പോകും. DCC പ്രസിഡന്റന്മാരുടെ നിയമിച്ചതിൽ ഒരു അതൃപ്തി ഉമ്മൻചാണ്ടി പ്രകടിപ്പിച്ചിട്ടില്ല. ആണെങ്കിൽ പിന്നെ അദ്ദേഹം കോഴിക്കോട് കണ്ണൂരും ഒക്കെ DCC പ്രസിഡന്റുമാർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പോയി പങ്കെടുക്കുമോ? എനിക്ക് ഒരു പരാതിയില്ല.
പിന്നെ ഇനിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങളുണ്ട്. ഹൈക്കമാൻഡ് ചോദിച്ചാൽ പറയും. അതായത് തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. കാരണം അതാണ് പാർട്ടിക്ക് കൂടുതൽ ശക്തി നൽകുന്നതെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അതിപ്പോൾ ഇപ്പോൾ ഇന്ത്യ ഒട്ടുക്ക് ഇലക്ഷൻ നടക്കുമ്പോഴേ എല്ലാം ഒറ്റ ദിവസമാണോ നടക്കുന്നത്? അല്ലല്ലോ, ആണോ? 5 സ്റ്റേറ്റിൽ ഇപ്പോൾ ഒറ്റ ദിവസമാണോ നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ? അതുപോലെ സംഘടനയിൽ നടത്താമല്ലോ. ഇത് കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ ഉന്നയിച്ചിരുന്നതാണ്, എല്ലാവരും ഉള്ളപ്പോൾ തന്നെ ഉന്നയിച്ചിരുന്നതാണ്. ശ്രീ രാഹുൽ ഗാന്ധി ആ കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടൊരു നിലപാടാണ് എടുത്തത്. അത് കാര്യക്ഷമമായി ഇപ്പോൾ പുതിയ എലക്റ്റഡ് ഭാരവാഹികൾ വരുന്നതോടുകൂടി അതിന് കൂടുതൽ ഊർജ്ജസ്വലത വരും. അതിനാ പറയുന്നത് താഴെ തലത്തിൽ പാർട്ടി ദുർബലമാണ്. ഹൈക്കമാൻഡ് വിളിച്ചുവെന്ന് വെച്ച് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുക്കും എന്ന് ഉറപ്പിച്ച് പറയാനില്ല. ഹൈക്കമാൻഡ് വിളി വന്നപ്പോൾ സോളാർ കോടതിയിലും സോളാർ കമ്മീഷനിലുമായി കയറി ഇറങ്ങി നടക്കുകയായിരുന്നു. വിശദമായി സംസാരിക്കാൻ പറ്റിയില്ല. കേരളത്തിലെ പാർട്ടിയുടെ ആരോഗ്യത്തിന് ദശമൂലാരിഷ്ടം പോലെ, ആട്ടിൻ സൂപ്പ് പോലെ, അല്ലെങ്കിൽ കരിങ്കുരങ്ങ് രസായനം പോലെ പ്രയോജനം ചെയ്യുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് എന്തെങ്കിലും ഉറപ്പ് കിട്ടിയാൽ ചാണ്ടി അയയും, അല്ലെങ്കിൽ ഉമ്മൻ മുറുകും. രാഷ്ട്രീയ സമിതിയിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് അത് ഞാനിപ്പം പറഞ്ഞല്ലോ, പിന്നെ എപ്പോഴാണ് ഡൽഹിയിലെ ചർച്ച അതിന് പോകുന്നെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. നാടക സിനിമാ നടൻ അലൻസിയറെ ഇന്നലെ ഒരു പ്രത്യേക വേഷത്തിൽ കണ്ട് നാട്ടുകാർ ഞെട്ടി. ഭാണ്ഡം മുറുക്കിയ അവധൂതനെ പോലെ വിദേശത്തേക്ക് പുറപ്പെട്ടു പോകുന്ന വേഷമണിഞ്ഞ അലൻസിയർ കോമാളി വേഷം കെട്ടുകയാണോ എന്ന് തോന്നിപ്പോകും. പക്ഷേ അലൻസിയറുടെ വാക്കുകൾ കേട്ടാൽ മനസ്സിലാകും, ഇത് അലൻസിയറുടെ പ്രതികാരമാണ്, പ്രതിഷേധമാണ്, അല്ല പ്രതിരോധം തന്നെയാണ്. കലാകാരനോട് രാജ്യം വിടാൻ പറയുന്ന അസഹിഷ്ണുതയ്ക്കെതിരെയുള്ള പ്രതിരോധം. ബാബറി മസ്ജിദ് തകർത്തപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനു ചുറ്റും അലറി വിളിച്ച് അലൻസിയർ നടത്തിയ അതേ പ്രതിഷേധം. കൊട്ടിയുറക്കല്ലേ, ഞാൻ ഉണർന്നിരിപ്പുണ്ട്. ജാബിറിന്റെ ഷിവാസ് ബസ്സിൽ ഞാൻ പോർച്ചുഗലിലേക്ക് നാളെ യാത്ര കുളിച്ചിട്ട് ടൈ കെട്ടി സന്തോഷം. ജാബിർ, പാസ്പോർട്ട് എടുത്ത് കയ്യിൽ വെച്ചോ. പാകിസ്ഥാൻ വരെ പോകാൻ പറ്റിയാൽ ഞാൻ വെല്ലുവിളിക്കും. എവിടെയാ എന്താ ഇതൊക്കെ മുണ്ടിലെടുക്ക? ഞാൻ അമേരിക്കയിലേക്ക് പോകാനാ. കാസർഗോഡ് നിന്നും ഈ അമേരിക്കയിലേക്ക് എത്ര ദൂരം കാണുമെന്നറിയോ? നാട് വിട്ട് അമേരിക്കയിലേക്ക് വരാൻ തയ്യാറായിരിക്കുന്നവരൊക്കെ കൈവക്കൂ. ഭാരതം എന്നാൽ കേൾക്കണം, അമേരിക്കയിലേക്ക് ചവിട്ടി തള്ളാൻ ഫുൾ ചെലവ് നോക്കോ. ഫുൾ ചെലവ് ഇന്ന് വരുന്നോ നാളെ വെക്കോ? നാളെ ഡ്രസ് മാറ്റാം. ഓക്കെ, സന്തോഷം. നിനക്ക് അനുമോദം. പോർച്ചുഗീസിലേക്ക് വരാൻ കാര്യങ്ങളുണ്ടോ? ഇത് പ്രതിഷേധമല്ല, എൻ്റെ ഒരു പ്രതിരോധമാണ്. വട്ടല്ല, ഇത് വേറെ വണ്ടർവെയർ. ഇത് വേറെ വണ്ടർവെയർ. ബ്രിട്ടീഷുകാരൻ്റെയും അമേരിക്കക്കാരൻ്റെയും അണ്ടർവെയർ വെച്ചിട്ട് ഇങ്ങനെ സുഖിക്കുക. ഒരു കോമാളിയായി ജീവിക്കുക, ഒരു കോമാളിയായി പൊളിക്കുക. വിപ്ലവം വരുന്ന വഴിയെ വരട്ടെ. ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചവനാണ്. എൻ്റെ മണ്ണ്, ഞാൻ പിറന്നു വീണത് ഈ ഭൂമിയിലാണ്. അവിടെ ഒരാളെയും പാകിസ്ഥാനിലേക്കും അമേരിക്കയിലേക്കും പറഞ്ഞു വിടാൻ അങ്ങനെ നാട് കടത്തിക്കളയാന്ന് പറഞ്ഞ ഫാസിസം അത് നടക്കില്ല. കാലക്കി എൻ്റെ ഐഡിയ ആയിപ്പോയി. നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. ക്രിക്കറ്റിൽ പണ്ടേ ഓൾറൗണ്ടറായ ഋഷിരാജ് സിംഗ് എക്സൈസ് വകുപ്പിലെ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനും കൂടിയാണ്. എക്സൈസ് ടീമും
തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ പത്രപ്രവർത്തക ടീമും കൂടി ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായി ക്രിക്കറ്റ് കളിച്ചു. റിസൾട്ട് എന്താണെന്ന് പറയേണ്ടതില്ലല്ലോ. പതിവ് പോലെ പത്രപ്രവർത്തക ക്രിക്കറ്റ് പ്രതിഭകൾ തോറ്റു. കമ്മീഷണർ സിംഹം കപ്പടിക്കുകയും ചെയ്തു. ബാറ്റ്സ്മാൻ ആണോ ബോളർ ആണോ? ബാറ്റ്സ്മാൻ ആണോ? Where has this gone? In very good numbers. Da pidicho. എന്റെ അമ്മയെ നാട്ടിച്ച് ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? നമുക്കൊരു 4 ബാറ്റ് കൂടി വാങ്ങണം സാർ. ബാറ്റില്ലാത്ത എന്റെ കുഴപ്പമേ ഉള്ളൂ. ബാറ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാ ഇങ്ങനെ വീശി മാറാനല്ലേ? എടോ, കളിക്കാൻ അറിയില്ലെങ്കിൽ വരട്ടാനെങ്കിലും അറിയണം. ഇതിങ്ങനെ പൊക്കി പിടിച്ച് 4 വശത്തേക്കൊക്കെ നോക്കി നിലന്തല്ലി മാതിരി ഇങ്ങനെ ഇടിച്ച് ദൂരേക്ക് നോക്കി കൈവീശി കാണിച്ച് അതിന്റെ ഒരു ലൈൻ അതാ. സാർ ബോളർ എന്തിനാ നീ ഇപ്പൊ വെറുതെ ബോളർ തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല. ഇനി കാട്ടിലേക്ക് ചവിട്ട് വെക്കോട്ടോ. Oh, this is a good shot. He's got high in the night sky. Chin up, shoulder down, chin body cap, eyes open, ready. വക്രദൃഷ്ടിയിൽ ഇടവേള. കെ സുരേന്ദ്രന്റെ ചികിത്സ. നല്ല നെല്ലിക്ക തളം ഒരു 41 ദിവസം തോമസ് ഐസക്കിന്റെ തലയിൽ വെച്ചില്ലെങ്കിൽ കേരളത്തിന്റെ കാര്യം കഷ്ടത്തിലാവുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. അയാൾക്ക് ചികിത്സ വേറെയാണ് വേണ്ടത്.